أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لأتخذن من عبادك نصيبا مفروضا ولأضلنهم ولأمنينهم ولآمرنهم فليبتكن آذان الأنعام ولآمرنهم فليغيرن خلق الله ومن يتخذ الشيطان وليا من دون الله فقد خسر خسرانا مبينا. يعدهم ويمنيهم وما يعدهم الشيطان إلا غرورا. أولئك مأواهم جهنم ولا يجدون عنها محيصا. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, റബ്ബുൽ ഇസ്സത്ത് ജല്ല സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ അപജയങ്ങളും അല്ലാഹു അവന്റെ വിശാലമായ കരുണ കൊണ്ട് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവിനെ അനുസരിച്ച് പ്രിയപ്പെട്ട നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചും അനുധാവനം ചെയ്തും സ്നേഹിച്ചും ജീവിക്കുന്ന അള്ളാഹുവിന് പ്രിയപ്പെട്ട ദാസന്മാരിൽ നമ്മളെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സ്നേഹിതന്മാർ, സഹോദരന്മാർ, നമുക്ക് പ്രിയപ്പെട്ടവർ, നമ്മളെ നന്മയിലേക്ക് വഴി നയിച്ച നമ്മുടെ ഉസ്താദന്മാർ, അള്ളാഹു അവർക്കെല്ലാം പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങളെ ഈ റജബിന്റെ ദിനരാത്രങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, നാം അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, ദുആകളുടെ ബർക്കത്ത് കൊണ്ട് ഖബറുകളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്കെല്ലാം അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെയും അവരെയും എല്ലാം നാളെ ജന്നത്തുൽ ഫിർദൗസിൽ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒത്തുചേർക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്ന സമയത്ത് ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് കൊടുക്കാത്ത ഒരു അറിവ് കൊടുത്തു. മലക്കുകളെയും ആദമിനെയും പരസ്പരം നമ്മൾ തുലനം ചെയ്തു നോക്കുമ്പോൾ മലക്കിനെ മലക്കാക്കിയതും ആദമിനെ ആദമാക്കിയതും എന്താണ്? അത് അല്ലാഹു സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്. وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. ആദം നബി അലൈഹിസ്സലാം നിയോഗിക്കപ്പെടുന്ന ഭൗതിക പ്രപഞ്ചത്തെ പറ്റിയുള്ള അറിവാണ്. അത് മലക്കുകൾക്കില്ലായിരുന്നു. മലക്കുകൾക്ക് എന്തറിയാം? മലക്കുകൾക്ക് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ നന്നായി അറിയാം. അതിന്റെ അറിവ് അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ പറയുന്നത് വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. നിന്നെ വാഴ്ത്താൻ, നിന്നെ പ്രകീർത്തിക്കുവാൻ, നിന്നെ അനുസരിക്കാൻ, നീ പറയുന്നത് കണ്ണിമ വെട്ടുന്ന സമയം പോലും ധിക്കരിക്കാതിരിക്കാൻ ഞങ്ങൾ ഉള്ളപ്പോൾ പിന്നെന്തിന്? ഈ ഭൗതിക പ്രപഞ്ചവും ആ ഭൗതിക പ്രപഞ്ചത്തിലേക്ക് നിയോഗിക്കപ്പെടുന്ന മനുഷ്യരും ആദം നബി അലൈഹിസ്സലാമിന് നുബുവത്തിൽ അധിഷ്ഠിതമായ ആത്മീയമായ അറിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല പകർന്നു കൊടുത്തു. അതോടൊപ്പം ഭൗതിക പ്രപഞ്ചത്തെ പറ്റിയുള്ള അറിവും കൊടുത്തതാണ്. വഅല്ലമ ആദമൽ അസ്മാ, വസ്തുക്കളുടെ പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു ആദമിന്.
ഈ ഭൗമോപരിതലത്തിലുള്ള മുഴുവൻ വസ്തുക്കളെ സംബന്ധിച്ചുമുള്ള അറിവ് ആദം നബി അലൈഹിസ്സലാമിന് ഉണ്ടായിരുന്നു. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞു, അംബിഊനി ബിഅസ്മാഇ ഹൗലാഇ ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾ പറഞ്ഞല്ലോ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്നും ഞങ്ങൾ തസ്ബീഹ് ചെയ്യുന്നുവെന്നും വാഴ്ത്തുന്നുവെന്നും പ്രകീർത്തിക്കുന്നുവെന്നും മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ആദമിനേക്കാളും ഉന്നതന്മാരായ മലക്കുകൾ ഞങ്ങളാണ് എന്ന് പറഞ്ഞ നിങ്ങൾ പറയൂ. ഈ പദാർത്ഥങ്ങളെ സംബന്ധിച്ച് പറയൂ, ഈ ഭൗതിക പ്രപഞ്ചത്തെ സംബന്ധിച്ച് പറയൂ, ഇവിടെയുള്ള പ്രതിഭാസങ്ങളെ സംബന്ധിച്ച് പറയൂ, ഈ മെറ്റീരിയലുകളെ സംബന്ധിച്ച് പറയൂ. قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. അവർ പറഞ്ഞു, സുബ്ഹാനക, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു, ലാ ഇൽമ ലനാ, ഞങ്ങൾക്കൊരു അറിവുമില്ല, ഇല്ലാ മാ അല്ലംതനാ, നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതല്ലാതെ, ഇന്നക അൻതൽ അലീമുൽ ഹകീം, നീയാണ് അറിവുള്ളവൻ, നീയാണ് തത്വജ്ഞാനി. പക്ഷേ മലക്കുകൾ സമ്മതിച്ചു. മലക്കുകൾ അല്ലാഹുവിന് കീഴ്പ്പെട്ടു, ഇബ്ലീസ് കീഴ്പ്പെട്ടില്ല. ഇബ്ലീസ് അല്ലാഹു ആദം നബി അലൈഹിസ്സലാമിനെ ഈ ഭൗമോപരിതലത്തിലേക്ക് നിയോഗിക്കുന്നതിന്റെ പിന്നിൽ ഒരു വളരെ കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു. ഈ ഭൗതിക പ്രപഞ്ചത്തിലേക്ക് മനുഷ്യനെ നിയോഗിക്കുന്നതിന്റെ പിന്നിൽ ആദം നബി അലൈഹിസ്സലാമിന് മുന്നിൽ അല്ലാഹു നൽകിയ അറിവിന്റെ പേര് നുബുവത്തിന്റെ അറിവ്. ആ നുബുവത്തിന്റെ അറിവും ദുനിയാവിന്റെ അറിവും സമന്വയിപ്പിച്ചുകൊണ്ട് ഭൗമോപരിതലത്തിൽ അല്ലെങ്കിൽ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ മനുഷ്യൻ തന്റെ ദൗത്യം നിർവഹിക്കണം എന്നതാണ് അല്ലാഹു തആല ആദമിന് മുന്നിൽ വെച്ചത്. അതാണ് ഇസ്ലാം. അതാണ് ഇസ്ലാം. വളരെ കൃത്യമായ ഒരു ജീവിത പദ്ധതി അല്ലാഹു തആല ആദമിന് പഠിപ്പിച്ചു കൊടുത്തു. ആ ജീവിത പദ്ധതിയിൽ അധിഷ്ഠിതമായി ലോകാവസാനം വരെ വരുന്ന മുഴുവൻ മനുഷ്യരും ജീവിക്കണമെന്നും പ്രവാചകന്മാരുടെ പാതകൾ പിന്തുടരണമെന്നും വേദഗ്രന്ഥങ്ങളുടെ വഴി മനുഷ്യൻ സ്വീകരിക്കണമെന്നും അല്ലാഹു നിർദ്ദേശം വെച്ചു. മറുപുറത്ത് ഈ രംഗം അസ്വസ്ഥപ്പെടുത്തിയ ഇബ്ലീസ് തിരിച്ച് അല്ലാഹുവിന്റെ മുന്നിൽ നല്ല ഒരു പ്രോജക്റ്റ് വെച്ചു. അത് വഴികേടിന്റെ ഒരു പ്രോജക്റ്റ്. അല്ലാഹുവിനോട് ഇബ്ലീസ് പറഞ്ഞു, എന്തായാലും ഞാൻ വഴികെട്ടു, പക്ഷേ എനിക്ക് മനുഷ്യരെ വഴികെടുത്താനും സാധിക്കണം. ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ മനുഷ്യരാശിയും വഴിപിഴപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് പ്രദാനം ചെയ്യണം. ലഉദില്ലന്നഹും അജ്മഈൻ, വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരെയും ഞാൻ വഴികേടിലാക്കുക തന്നെ ചെയ്യും. അല്ലാഹു ആദം നബി അലൈഹിസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്ത നുബുവത്തിന്റെ ജീവിത പദ്ധതിക്ക് ബദൽ സംവിധാനം ഇബ്ലീസ് തന്റെ അണിയറയിൽ ഒരുക്കി. നല്ല ഒരു പ്രോജക്റ്റ്. സൂറത്തുൻ നിസാ അത് വളരെ കൃത്യമായി പറയുന്നു, ഒരു മനുഷ്യനെ ഇബ്ലീസ് എങ്ങനെയാണ് വഴിതെറ്റിക്കുന്നത്. മുഴുവൻ ആളുകളെയും ഞാൻ വഴികെടുത്തുമെന്ന് മാത്രമല്ല, എങ്ങനെ വഴികെടുത്തും അതിന്റെ ഘട്ടങ്ങൾ എന്താണ്, അതിന്റെ പര്യവസാനം എന്താണ്, അതിന്റെ സന്ദർഭങ്ങൾ എന്താണ്, എല്ലാം അല്ലാഹുവിന്റെ മുന്നിൽ ഇബ്ലീസ് വെച്ചു. ലഅത്തഖിദന്ന മിൻ ഇബാദിക നസീബൻ മഫ്റൂളാ, എനിക്ക് വേണ്ട ആളുകളെ കൃത്യമായി മനുഷ്യരിൽ നിന്ന് കൃത്യമായ അളവിലും തൂക്കത്തിലും ഞാൻ പിടിച്ചെടുക്കും. ലഅത്തഖിദന്ന മിൻ ഇബാദിക നസീബൻ മഫ്റൂളാ. കഴിഞ്ഞില്ല. ലഉദില്ലന്നഹും വലഉമന്നിയന്നഹും വലആമുറന്നഹും ഫലയുബത്തികുന്ന ആദാനൽ അൻആമി വലആമുറന്നഹും ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ് വമൻ യത്തഖിദിശ് ശൈത്താന വലിയ്യൻ മിൻ ദൂനില്ലാഹി ഫഖദ് ഖസിറ ഖുസ്റാനൻ മുബീനാ. ഓരോ ഘട്ടം ഘട്ടമായി പറഞ്ഞു. ലഉദില്ലന്നഹും, ഞാൻ ആ മനുഷ്യരെ വഴി തിരിച്ചുവിടും. ആദമിന് എന്താ പഠിപ്പിച്ചു കൊടുത്തത്? നേരായ മാർഗത്തിലൂടെ മനുഷ്യൻ സഞ്ചരിക്കാനല്ലേ. ആ നേരായ മാർഗത്തിൽ നിന്ന് മനുഷ്യനെ ആദ്യം വഴി തിരിച്ചുവിടും. അങ്ങനെയാണ്
മതങ്ങൾ ഉണ്ടായത്. പ്രവാചകന്മാരുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ, തൗറാത്തിന്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ, ഇഞ്ചീലിന്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ യഹൂദികളും നസാറാക്കളും ഉണ്ടായി. മജൂസികൾ ഉണ്ടായത് വേദഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യതിചലിച്ചാണ്. സാബികൾ ഉണ്ടായത് വേദഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യതിചലിച്ചാണ്. ലോക ചരിത്രത്തിലെ സെമിറ്റിക് മതവിഭാഗങ്ങൾ എന്ന് പറയപ്പെടുന്ന പല മതവിഭാഗങ്ങളും രൂപപ്പെട്ടത് പ്രവാചകന്മാർ വരച്ച മാർഗത്തിൽ നിന്ന്, വേദഗ്രന്ഥങ്ങളുടെ വഴിയിൽ നിന്ന് വഴി തിരിഞ്ഞു കളഞ്ഞപ്പോഴാണ്. വഴി തിരിച്ചു വിടുക, അതാണ് ആദ്യത്തെ പണി. ഞാൻ നിൽക്കുന്ന ഈ വര അല്ലെങ്കിൽ ഈ മതം ഇത് ശരിയല്ല എന്ന ഒരു ചിന്ത ആദ്യം നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടിട്ട് തരും. ഈ മതത്തിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. സത്യസന്ധമായ ചൊവ്വായ വഴിയിൽ നിന്ന് വ്യതിചലിക്കാൻ നമ്മുടെ മുന്നിൽ മതത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ കാരണങ്ങൾ കൊണ്ടിട്ട് തരും. ഒരാൾക്ക് ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ ഇസ്ലാമിൽ തന്നെ കാരണങ്ങൾ കണ്ടെത്തും. അവൻ ഇസ്ലാമിൽ നിന്ന് ഒരു മനുഷ്യൻ വ്യതിചലിച്ചു പോകാൻ ഇസ്ലാമിൽ നിന്ന് തന്നെ കാരണങ്ങൾ കണ്ടെത്തും എന്നതിന് ഇപ്പോഴും മുർത്തതായിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ അനുഭവ സാക്ഷ്യങ്ങൾ കേട്ടാൽ മതി. ഞാൻ ഇസ്ലാമിലായിരുന്നപ്പോൾ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, അതായിരുന്നു, ഇതായിരുന്നു, ഇങ്ങനെയുള്ള കഥകളാണ്. ആദ്യം തിരിച്ചു വഴി തിരിച്ചുവിടല പണി. ഞാൻ അവരെ വഴി തിരിച്ചുവിടും, വഴി തിരിച്ചുവിടും. ചൊവ്വായ മാർഗത്തിൽ നിന്ന് വഴി തിരിച്ചുവിടും. വഴി തിരിച്ച് വഴിയിൽ നിന്ന് പുറത്തേക്ക് കടന്നവൻ രണ്ടാമത്തെ പണി ഇബ്ലീസ് അല്ലാഹുവിനോട് പറയുകയാണ്, ഞാൻ അവന്റെ മുന്നിൽ വ്യാമോഹങ്ങൾ സൃഷ്ടിക്കും. എന്തായാലും മതത്തിന്റെ ചങ്ങലകൾ പൊളിച്ചു വന്നവനല്ലേ. മതത്തിന്റെ ചങ്ങലകൾ ഉള്ളത് കൊണ്ടാണല്ലോ നമസ്കരിച്ചത്, ഇനി നിസ്കരിക്കണ്ട. മതത്തിന്റെ ചങ്ങലയുള്ളത് കൊണ്ടാണല്ലോ റമദാനിൽ നോമ്പെടുത്തത്, ഇനി നോമ്പെടുക്കണ്ട. സക്കാത്ത് കൊടുത്തത്, ഇനി സക്കാത്ത് കൊടുക്കണ്ട. അന്യന്റെ മുതല് അപഹരിക്കരുത് എന്ന് മതം പഠിപ്പിച്ചു, ഇനി അതിലിപ്പോ എന്താ പ്രശ്നം? വ്യഭിചരിക്കരുത് എന്ന് മതം പഠിപ്പിച്ചു, ഇനി വ്യഭിചരിച്ചാൽ എന്താ പ്രശ്നം? മദ്യപിക്കരുത് എന്ന് മതം പഠിപ്പിച്ചു, ഇനി മദ്യപിച്ചാൽ എന്താ പ്രശ്നം? സദാചാരം എന്ന് പറയുന്ന വാക്ക് തന്നെ അരോചകമായി കാണുന്ന ഒരു സമൂഹമായി അവർ മാറും. ഞാൻ അവരുടെ മുന്നിൽ വ്യാമോഹങ്ങൾ സൃഷ്ടിക്കും എന്ന് പറഞ്ഞാൽ തോന്നിവാസികളായി ജീവിക്കുവാൻ അവരെ പര്യാപ്തരാക്കും. രണ്ടാമത്തെ, വഴി തെറ്റി വന്നവന്റെ മുന്നിൽ വ്യാമോഹങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ ജീവിതം നിനക്കുള്ളതാണെന്നും ഈ ജീവിതം നിന്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും സ്വാതന്ത്ര്യത്തിനും അനുസരിച്ച് മാത്രം ജീവിക്കേണ്ടതാണെന്നും അവിടെ ദൈവിക നിയമങ്ങളൊന്നും ഇല്ല എന്നും അവനെ പറഞ്ഞു പഠിപ്പിക്കും. അങ്ങനെ അവൻ വലിയൊരു സ്വാതന്ത്ര്യവാദിയായി മാറും. തുണി ഉടുക്കാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ തുണി അഴിക്കാനും സ്വാതന്ത്ര്യമുണ്ട് എന്നവൻ പറയും. എന്റെ ശരീരം എന്ത് പ്രകടിപ്പിക്കണം, എന്ത് പ്രകടിപ്പിക്കണ്ട എന്നത് എന്റെ തീരുമാനമാണ് എന്ന് പറയും. സ്ത്രീയും പുരുഷനും തമ്മിൽ ഇസ്ലാമിൽ കൃത്യമായ നിയന്ത്രണ രേഖകളുണ്ട് എന്ന് മതപണ്ഡിതന്മാര് പറയുമ്പോൾ, അല്ല അതിൽ ഇടപെടാൻ മതപണ്ഡിതർക്ക് എന്തവകാശം, മതത്തിന് എന്തവകാശം എന്നവർ ചോദിക്കും. എന്നിട്ട് ചാനലിൽ രണ്ട് ചേരിയായിരുന്ന് അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ചകളും നടക്കും. ഒരു പക്ഷേ മതത്തിനെ പ്രതിനിധീകരിക്കുന്നവർ പരാജയപ്പെടുന്നുണ്ടാകാം. പക്ഷേ വളരെ സിമ്പിൾ ആണ് കാര്യം. ഒന്ന് ശൈത്താനിന്റെ പ്രോജക്റ്റ് ആണ്, മറ്റൊന്ന് ഇലാഹി പ്രോജക്റ്റ് ആണ്. ശൈത്താനിന്റെ പ്രോജക്റ്റ് വെച്ച് സംസാരിക്കുന്നവൻ, ചർച്ച ചെയ്യുന്നവന് ഇലാഹി പ്രോജക്റ്റിൽ വന്ന നുബുവത്തിന്റെ അറിവുകൾ മനസ്സിലാകണമെന്നില്ല. അവൻ തർക്കിക്കും. അവൻ ഈ രണ്ടാമത്തെ സ്റ്റേജിലുള്ളതാണ്. ഏത്? വ്യാമോഹങ്ങളുടെ സ്റ്റേജിൽ, അതിസ്വാതന്ത്ര്യവാദത്തിന്റെ സ്റ്റേജിൽ, ആ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നവനാണ്. അവന് ഒരു പക്ഷേ ഈ പൈശാചികതയുടെ രണ്ടാം ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോ സ്ത്രീയും പുരുഷനും തമ്മിൽ ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട്, അത് പാലിക്കണമെന്ന് പറഞ്ഞാൽ ആ പറയുന്നവർ ശത്രുവായി തോന്നും. അവന്റെ മുന്നിൽ അഭിലാഷങ്ങളും വ്യാമോഹങ്ങളും അവൻ താൻ തോന്നിയായി ജീവിക്കാൻ തുടങ്ങും. ഞാൻ എന്താഗ്രഹിക്കുന്നുവോ അങ്ങനെ. മൂന്നാമത്തെ ഘട്ടം, വല ആമുറന്നഹും
വല ആമുറന്നഹും ഞാൻ അവരോട് കൽപ്പിക്കും വല ആമുറന്നഹും വ്യാമോഹങ്ങളിട്ട ശേഷം അത് കൃത്യമായ കൽപ്പനയായി പൈശാചിക പ്രോജക്റ്റിൽ നിന്ന് ഈ മനുഷ്യ ഹൃദയത്തിലേക്ക് കടന്നു വരും അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നതി വന്നാസ് മനുഷ്യ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്നവൻ മനുഷ്യരിൽ നിന്ന് ജിന്നുകളിൽ നിന്ന് കൽപ്പന എന്ന അറബിയിൽ അമ്ര എന്ന് പറഞ്ഞാൽ മുകളിലുള്ളവൻ താഴെയുള്ളവനോട് ആജ്ഞാപിക്കുന്ന ആജ്ഞാസ്വരത്തെയാണ് അമ്ര എന്ന് പറയുക. ഓർഡർ. മുകളിലുള്ളവൻ താഴെ. ഇപ്പോൾ ഇവൻ വ്യാമോഹങ്ങളുടെ വലയിലേക്ക് എത്തി. മൂന്നാമത്തെ ഘട്ടം ശൈത്താനിന്റെ പിടിയിൽ അമരുക എന്നുള്ളതാണ്. ആ പിടിയിൽ അമർന്നു. ഇപ്പോൾ ഇവൻ താഴെയും ശൈത്താൻ മേലെയുമാവും. അവിടെ ശൈത്താനിന്റെ ആജ്ഞകൾ വരും. ആജ്ഞകൾ വന്നു തുടങ്ങും. കുറച്ചുകൂടെ ഗൗരവം. നാലാമത്തെ കാലികളുടെ ചെവികളെ നിങ്ങൾ ഒരുപാട് പിച്ചി ചീന്തുക തന്നെ ചെയ്യും. ഇത് അന്നും ഇന്നും വിഗ്രഹാരാധകർ അല്ലാഹു അല്ലാത്ത ശക്തികളെ, വ്യക്തികളെ, വസ്തുക്കളെ ആരാധിച്ചിരുന്നവർ, അവർ ആ ദൈവങ്ങൾക്ക് മുന്നിൽ കാലികളെ കൊണ്ട് നിർത്തുന്ന, അതിനുവേണ്ടി ബലികർമ്മം നിർവഹിക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിൽ ഒരുപാട് പ്രതിഷ്ഠകൾ ഉണ്ടാകാനിരിക്കുന്നു. ഒരുപാട് ഇസങ്ങളുടെ പുറകെ ഇസ്ലാമേതരമായ പല ഇസങ്ങളും ദർശനങ്ങളും ആശയങ്ങളും വലിയ അടിപൊളിയാണെന്ന് തോന്നുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ എത്ര മനോഹരമാണ് എന്ന് അവർക്ക് തന്നെ തോന്നും. ഞാൻ ഫെമിനിസ്റ്റ് ആണ്, ഞാൻ LGBTQ ആക്ടിവിസത്തിന്റെ വക്താവാണ്, ഞാൻ സ്വവർഗ അനുരാഗിയാണെന്ന് അഭിമാനത്തോടുകൂടി ചാനലുകളിൽ വന്ന് പറയും. ഇങ്ങനെ ഒരുപാട് ചെവികൾ നിങ്ങൾ പിച്ചു ചീന്തും. അത് നിരവധിയായ ആശയങ്ങൾ. ഇസ്ലാം വെളിയിലേക്ക് ഇറങ്ങുന്നവന്റെ മുന്നിൽ പല പല ആശയങ്ങളും പല പല സിദ്ധാന്തങ്ങളും ഈ താന്തോന്നിവാസത്തിൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഈ താന്തോന്നിവാസത്തിൽ അധിഷ്ഠിതമായ പല ദർശനങ്ങളും അവന്റെ മുന്നിൽ കൊണ്ടിടും, നിരത്തിയിടും. ഫല യുബത്തിക്കുന്ന ആദാനൽ അൻആം. വീണ്ടും അവൻ പറയുകയാണ് വല ആമുറന്നഹും ഞാൻ അവനോട് കൽപ്പിക്കുക തന്നെ ചെയ്യും. ആദ്യം പറഞ്ഞു കൽപ്പിക്കും, രണ്ടാമത് പറഞ്ഞു കൽപ്പിക്കും. എന്താണ് ആ കൽപ്പന? ഇപ്പോ പൂർണ്ണമായ ആധിപത്യം, ശൈത്താനിന്റെ പൂർണ്ണമായ ആധിപത്യത്തിൽ അവൻ എത്തിപ്പെടുന്നു. പൂർണ്ണമായ ആധിപത്യം. ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്താൻ ഫഅൻസാഹും ദിക്റല്ലാഹ്. അതാണ് ആ സ്റ്റേജ്. ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്താൻ, അവരുടെ മേൽ ശൈത്താൻ ആധിപത്യം ചെലുത്തി കഴിഞ്ഞു. ഫഅൻസാഹും ദിക്റല്ലാഹ്, അവർ ഖുർആൻ മറന്നു, റസൂലിനെ മറന്നു, ദീനിനെ മറന്നു, എല്ലാം മറന്നു. ഏതൊക്കെയോ ഇസങ്ങളുടെ, ദർശനങ്ങളുടെ, ആശയങ്ങളുടെ ഭാഗമായി അവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഫഅൻസാഹും ദിക്റല്ലാഹ് ഉലൈക ഹിസ്ബുശ് ശൈത്താൻ, അവർ പിശാചിന്റെ പാർട്ടിക്കാരാണ്. അലാ ഇന്ന ഹിസ്ബശ് ശൈത്താനി ഹുമുൽ ഖാസിറൂൻ, പിശാചിന്റെ ഗ്രൂപ്പ് അവർ പരാജയപ്പെടുക തന്നെ ചെയ്യും. ഇന്ന് അവൻ പൂർണ്ണമായി ശൈത്താനിന്റെ ആധിപത്യത്തിൽ അമർന്നു കഴിഞ്ഞു. പക്ഷെ കഴിഞ്ഞില്ല. ആറാമത്തെ സ്റ്റേജ്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ, ഈ ഘടനയെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും മനുഷ്യൻ. വളരെയധികം ആലോചിക്കേണ്ട വിഷയമാണ്, വളരെയധികം നമ്മളെ ചിന്തിപ്പിക്കേണ്ട വിഷയമാണ്. പൈശാചികതയുടെ കയ്യിൽ അമർന്നു കഴിഞ്ഞാൽ മനുഷ്യൻ, അള്ളാഹു മനുഷ്യന് നൽകിയിരിക്കുന്ന ഈ പറയുന്ന അവന്റെ സ്വതസിദ്ധമായ നൈസർഗികതയെ പിച്ചു ചീന്തുന്ന, ആണ് പെണ്ണാകും, പെണ്ണാണാകും. ഇന്ന് സ്ത്രീകളും പുരുഷന്മാരും ഒരു വലിയൊരു നാഗരികതയുടെ പ്രതീകമായി കാണുന്നതാണ് ടാറ്റു അടിക്കുക, ശരീരത്തെ വികൃതമാക്കുക. ആറാമത്തെ സ്റ്റേജിൽ എത്തുന്ന പിശാചിന്റെ പ്രോജക്റ്റിന്റെ ആറാമത്തെ ഘട്ടമാണിത്. എന്ത്? മനുഷ്യൻ അവന്റെ സ്വന്തം സത്തയെ, അസ്തിത്വത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു.
എന്തിനാണ് ആ പിടിവാശി? എന്താ ലാസ്റ്റ്? ഏറ്റവും ഉത്കൃഷ്ടമായ ഘടനയിൽ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു. വലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും ഉത്കൃഷ്ടമായ ഘടനയിൽ നാം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് അള്ളാഹു പറഞ്ഞു. ആദമിനെ സൃഷ്ടിച്ചത് ഏറ്റവും ഉത്കൃഷ്ടമായ ഘടനയിലാണെന്ന് പറഞ്ഞ ആ ഘടനയോടുള്ള വിരോധം ഇബ്ലീസിന്റെ ഉള്ളിലുണ്ട്. നമുക്ക് ചിന്തിക്കാൻ കഴിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സ്ത്രീ പുരുഷനായും പുരുഷൻ സ്ത്രീയായിട്ടുമൊക്കെ ഈ പറയുന്ന ശസ്ത്രക്രിയകളുടെ അതൊന്നും സുപരിചിതമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ തന്റെ സൃഷ്ടിപ്പിൽ, തന്റെ ഘടനയിൽ ഉണ്ടാക്കുന്ന കൃത്രിമങ്ങളെ സംബന്ധിച്ച്, അട്ടിമറിക്കലുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഇബ്ലീസിന്റെ വായിലൂടെ അവതരിപ്പിച്ചു തരുന്നു. വല യുഗയ്യിറുന്ന ഖൽഖല്ലാഹ്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ പിച്ചി ചീന്തുക എന്ന് പറയുന്നത് പൈശാചിക പ്രോജക്റ്റിന്റെ 6ാമത്തെ സ്റ്റേജാണ്. LGBTQ ആക്ടിവിസം അത് പ്ലസ് ആണ്. ഇനി എത്ര വേണമെങ്കിലും ആകാം. ഇന്ന് സൗന്ദര്യത്തിന് വേണ്ടി ചുണ്ടിനെ 2ആയിട്ട് കീറിമുറിച്ച് 2ആക്കി വെക്കുന്നവർ, നാവിനെ 2ആയി കീറിമുറിച്ച് പല്ലുകളിൽ പ്രത്യേകമായി വിടവുകൾ ഉണ്ടാക്കുന്നവർ, ഇങ്ങനെ വിചിത്രകരമായ മനുഷ്യഘടനയെ തന്നെ രൂപഭംഗപ്പെടുത്തുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് പുതിയ കാലഘട്ടത്തിലെ നാഗരികതയിലെ മനുഷ്യൻ, അത് നാഗരികതയാണ്. ടാറ്റു അടിക്കുന്നത് നാഗരികതയാണ്. ഇങ്ങനെ വിചിത്രകരമായ സയൻസ്, ശാസ്ത്ര വിപ്ലവം പറയുന്ന മനുഷ്യൻ തന്റെ വിവേകത്തിൽ നിന്ന് വ്യതിചലിച്ച് തന്നെ തന്നെ കീറിമുറിക്കാൻ തുടങ്ങും. അള്ളാഹു പറഞ്ഞത് ശരിയാണ്. ഏറ്റവും ഉത്കൃഷ്ടമായ ഘടനയിൽ നാം മനുഷ്യനെ സൃഷ്ടിച്ചു. ഇതിന്റെ ഒരു അവസാനത്തെ ഘട്ടം, നാം അവനെ നികൃഷ്ടനിൽ ഏറ്റവും നികൃഷ്ടനാക്കി മാറ്റും. അള്ളാഹു നൽകിയ മനോഹരമായ സൗന്ദര്യത്തെ, ഈ സൃഷ്ടിപ്പിനെ പിച്ചു ചീന്തുന്നവർ. അള്ളാഹു മനുഷ്യർക്കായി നൽകിയിരിക്കുന്ന ഫിത്രത്ത്, അവന്റെ ഒരു നൈസർഗികത. ലാ തബ്ദീല ലി ഖൽഖില്ലാഹ്. അങ്ങനെ ചെയ്യരുത്. അള്ളാഹുവിന്റെ സൃഷ്ടിഘടനയെ നിങ്ങൾ മാറ്റിമറിക്കരുത്. ലാ തബ്ദീല ലി ഖൽഖില്ലാഹ്. നീ പുരുഷനാണെങ്കിൽ പുരുഷനായി നിൽക്കണം, നീ സ്ത്രീയാണെങ്കിൽ സ്ത്രീയായി നിൽക്കണം. ഈ 2 വർഗമാണ് മനുഷ്യനുള്ളത്, 3ാമതൊരു വർഗമില്ല എന്ന് ഇപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്ക് വന്നപ്പോൾ പ്രഖ്യാപിത നയം എന്തായിരുന്നു? അമേരിക്കയിൽ ഇനി ആണും പെണ്ണും മാത്രമേ ഉള്ളൂ. LGBTQ ആക്ടിവിസത്തോട് നിരന്തരം കലഹിച്ച ഒരു പ്രത്യയശാസ്ത്രം ഇസ്ലാമാണ്. ആണും പെണ്ണുമേ ഉള്ളൂ മനുഷ്യവർഗത്തിൽ എന്ന് പറഞ്ഞത് ഇസ്ലാമിക പ്രബോധകന്മാരാണ്. യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ വ ഉൻസാ വജഅൽനാകും ശുഊബ. അല്ലയോ മനുഷ്യരെ, നാം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു മിൻ ദക്കറിൻ വ ഉൻസാ, 2 വർഗങ്ങൾ മനുഷ്യനിൽ. സ്ത്രീയും പുരുഷനും. യാ അയ്യുഹന്നാസ് തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദത്തിൻ വഖലഖ മിൻഹാ സൗജഹാ. അല്ലയോ മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. ഒരു ശരീരത്തിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ചവൻ. വഖലഖ മിൻഹാ സൗജഹാ. ആ ശരീരത്തിൽ നിന്നും അതിന്റെ ഇണയെ സൃഷ്ടിച്ചു, ആദമിനെയും ഹവ്വയെയും. അതിൽ നിന്ന് 2 വർഗമേ ഉള്ളൂ. അത് റിജാലൻ കസീറൻ വനിസാ. അത് പുരുഷന്മാരും സ്ത്രീകളും മാത്രമാണ്. അതിൽ വ്യത്യസ്ത വർഗങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ, അവർ ഉയർത്തുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെ പരിഗണിക്കണ്ട എന്നല്ല പറയുന്നത്, അത് പരിഗണിക്കണം. മനഃശാസ്ത്രപരമായ പ്രശ്നങ്ങളെ ജീവശാസ്ത്രപരമായി പരിഹരിക്കപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷം. ഞാനിപ്പോ ഒരാള് പുരുഷനായി ജനിക്കുന്നു, കുറച്ചു കഴിയുമ്പോൾ അവന് തോന്നുന്നു ഞാൻ സ്ത്രീയാണ്. ആ തോന്നലിനനുസരിച്ച് ശരീരത്തെ കീറിമുറിക്കുന്നു. സ്ത്രീയായി ജനിക്കുന്നവൻ കുറച്ചു കാലം കഴിയുമ്പോൾ അവന് തോന്നുന്നു, അവൾക്ക് തോന്നുന്നു ഞാനൊരു പുരുഷനാണ്. ആ തോന്നലിന്റെ പേരിൽ പുരുഷന്റെ ശരീരം വെച്ചുപിടിപ്പിച്ചുകൊണ്ട് ശസ്ത്രക്രിയ നടത്തിക്കൊണ്ട് പുരുഷ ശരീരം പ്രാപിക്കുന്നവർ
മനഃശാസ്ത്രപരമായി ഇത്രയും മനഃശാസ്ത്ര രംഗത്തുള്ള ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും ലോകത്ത് ഇത്രയും വളർന്ന ഈ കാലഘട്ടത്തിൽ അങ്ങനെ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നത്തെ LGBT ആക്ടിവിസം എന്ന പേരിൽ ആക്ടിവിസം നടത്തിക്കൊണ്ട് തന്നെ അത് ബയോളജിക്കലായി പരിഹരിക്കാനുള്ള ശ്രമം. അങ്ങനെ അമേരിക്കയിൽ മാത്രം, ഇതൊക്കെ അവിടെ നിന്നാണല്ലോ നമ്മളൊക്കെ ഇന്ന് കേരളത്തിലേക്കൊക്കെ വരുന്നത്. അവിടെ തന്നെ ഇങ്ങനെ ശസ്ത്രക്രിയ ചെയ്തവർക്ക് ഇതിന്റെ പേരിൽ ഇടങ്ങേറായി ഇത് പണി കിട്ടിയതാണെന്ന് മനസ്സിലാക്കിയപ്പോ അത് പരിഹരിക്കുവാനുള്ള ശസ്ത്രക്രിയയുടെ സെന്ററുകൾ, സംഘടനകൾ പലരും പറയാൻ തുടങ്ങി, ഞങ്ങൾക്ക് ഇതിപ്പോ ഞങ്ങൾ ചെയ്ത് കുടുങ്ങിയിരിക്കുകയാണ്, നിങ്ങൾ ചെന്ന് വീഴല്ലേ ഈ ആക്ടിവിസത്തിലൊന്നും പറയാൻ. അമേരിക്കയിൽ എന്താ ബൈബിളൊക്കെ വായിച്ചിട്ടൊന്നും അല്ല കേട്ടോ, മനുഷ്യ ജീവിതങ്ങൾ പച്ചയായി അറിഞ്ഞതിന് ശേഷം. അതുകൊണ്ടാണ് ഇപ്പോ അമേരിക്കയിൽ ആണും പെണ്ണുമല്ലാതെ വേറൊരു വർഗമില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പോലും പ്രഖ്യാപിക്കേണ്ടി വന്നത്. പരിശുദ്ധ ഖുർആനും ഇസ്ലാമിക പ്രബോധകന്മാരും LGBTQ ആക്ടിവിസത്തിന്റെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് കൃത്യമായി പറഞ്ഞു. ഇത് ഇറാനിൽ നിന്നോ ഖത്തറിൽ നിന്നോ അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ നിന്നാണ് ട്രംപ് പറഞ്ഞ ഇതേ വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുമായിരുന്നു, എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാകുമായിരുന്നു, ഏതെല്ലാം രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുമായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കുക. ഒരു കുട്ടി, എന്താണ് ഈ ആക്ടിവിസം പറയുന്നത്? ഒരു കുട്ടി ജനിക്കാണ്, ആ കുട്ടി ജനിച്ച്, നമ്മൾ പറയും ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ ജനിച്ചത്, ആൺകുഞ്ഞാണ് അല്ലെങ്കിൽ പെൺകുഞ്ഞാണ്, പക്ഷെ ജനിച്ച ഉടനെ തീരുമാനിക്കാൻ പാടില്ല എന്നാ. പിന്നെ അവൻ വളർന്നു വന്നതിന് ശേഷം അവൻ തീരുമാനിക്കണം ഞാൻ ആണാണോ പെണ്ണാണോ. എന്ത് ദുരന്തമാണ്, എന്ത് ദുരന്തമാണ്. ലാ തബ്ദീല ലിഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ നിങ്ങൾ കീറിമുറിക്കല്ലേ. ഇത് പൈശാചിക പ്രോജക്റ്റിന്റെ 6ാമത്തെ ഘട്ടമാണ് എന്ന് ഖുർആൻ. ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്, ഏറ്റവും ഉത്കൃഷ്ടമായ ഘടനയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ ഘടനയെ ഞാൻ പിച്ചു ചീന്തുക തന്നെ ചെയ്യും എന്ന് ഇബ്ലീസ് അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള ആക്ടിവിസവും ഇത് നമ്മൾ വിചാരിക്കേണ്ടത് എവിടെയോ അമേരിക്കയിലോ, നമ്മുടെ സ്കൂളുകളിലും ക്യാമ്പസുകളിലും പഠിപ്പിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള ജെൻഡർ പൊളിറ്റിക്സ് ആണ്, ഇത്തരത്തിലുള്ള ആക്ടിവിസമാണ്. നമ്മുടെ മക്കൾ, നമ്മുടെ തലമുറ, നമ്മുടെ യുവതി യുവാക്കൾ കേട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ആശയങ്ങളെ പറ്റിയാ പറയുന്നത്. അതിനൊക്കെ എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്ന ഒരു തലമുറയെ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്, അല്ലാഹു പറഞ്ഞു, വമൻ യത്തഖിദിശ് ശൈത്താന വലിയ്യൻ മിൻ ദൂനില്ലാഹ്, വമൻ യത്തഖിദിശ് ശൈത്താന വലിയ, ആര് ശൈത്താനിനെ സ്നേഹിതനായി സ്വീകരിച്ചോ, ഏത് വഴി തെരഞ്ഞെടുക്കണം അത് നാം തീരുമാനിക്കണം. അത് ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന് പകർന്നു ലഭിച്ച് നൂഹ് നബി അലൈഹിസ്സലാം വഴി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴി നമ്മളിലേക്ക് കൈമാറപ്പെട്ട പരിശുദ്ധ ഖുർആനിന്റെ വേദഗ്രന്ഥങ്ങളുടെ വഴി സ്വീകരിക്കണമോ, മറുഭാഗത്ത് പിശാച് ഉണ്ടാക്കിയ ബദൽ പ്രോജക്ട്, താബൂത്തിന്റെ പ്രോജക്ട്, ആ പ്രോജക്ടിന്റെ ഭാഗമാകണോ എന്ന് ഞാനും നിങ്ങളും ആലോചിക്കുന്നു. വമൻ യത്തഖിദിശ് ശൈത്താന വലിയ്യൻ മിൻ ദൂനില്ലാഹ്, ആരെങ്കിലും ഒരാൾ ശൈത്താനിനെ തന്റെ ചങ്ങാതിയാക്കി കഴിഞ്ഞാൽ, ചങ്ങാതിയാക്കുന്നവൻ പറയില്ലല്ലോ ഇവന്റെ കൂട്ടുകാരനാണെന്ന്, അവന്റെ വഴിയിൽ, അവൻ ഇച്ഛിക്കുന്ന വഴിയിൽ, അവൻ വരച്ചിട്ട് തന്ന വഴിയിൽ പ്രവേശിക്കുന്നവൻ അവനെ സ്നേഹിതനാക്കിയിരിക്കുന്നു. ഫഖദ് ഖസിറ ഖുസ്റാനൻ മുബീന, അവൻ ഈ ലോകത്തും മറുലോകത്തും വ്യക്തമായ പരാജയത്തിന്റെയും നഷ്ടത്തിലും എത്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹു പറയുന്നു ഇബ്ലീസിന്റെ വഴിയാണ്, പൈശാചികതയാണ്. ഈ പൈശാചികതയെ വർജിക്കണമെന്നാണ് പല പല രൂപത്തിലും പല പല കോലത്തിലും നമ്മളെ തേടിയെത്തുന്നത്. അല്ലാഹു പറയുന്നു, വലഖദ് സദ്ദഖ അലൈഹിം ഇബ്ലീസു ظنّ, ഇബ്ലീസ് തന്റെ വിചാരത്തിൽ വാക്കുപാലിച്ചിട്ടുണ്ട്. ഇബ്ലീസ് തന്റെ വിചാരത്തിൽ വാക്കുപാലിച്ചിട്ടുണ്ട്. ഫത്തബഊഹു, അവനെ ആളുകൾ പിൻപറ്റുകയും ചെയ്തു. അവൻ കൊണ്ടിട്ട് തന്ന ശൈത്താനിക പ്രോജക്റ്റിന്റെ പിന്നിൽ ലോകത്തെ മനുഷ്യരിൽ ബഹുഭൂരിഭാഗം ആളുകളും എത്തിപ്പെട്ടു. അവന്റെ പ്രോജക്റ്റ് കൃത്യമായി നടപ്പായി എന്ന് ഖുർആൻ. വലഖദ് സദ്ദഖ അലൈഹിം ഇബ്ലീസു ظنّ ഫത്തബഊഹു, അവർ അവനെ പിൻപറ്റി. ഇല്ലാ ഫരീഖൻ മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരു ചെറു സംഘമല്ല. ആ ചെറു സംഘത്തിൽ പെടണമെന്ന് പറയും. ആ ചെറു സംഘത്തിൽ ഞാനും നിങ്ങളും പെടണം.
അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു എന്ന ഒരു ബാഹ്യമായ വാക്ക് മാത്രമല്ലാതെ ഇത്തരത്തിലുള്ള പൈശാചികമായ എല്ലാ ചങ്ങലകളിൽ നിന്ന് വിച്ഛേദിച്ച് അള്ളാഹുവെ നീ എന്നെ കാത്തുരക്ഷിക്കണം, എന്നെ ശൈത്താൻ കീഴ്പ്പെടുത്താതെ, എന്റെ ജീവിതത്തെ, എന്റെ ഹൃദയത്തെ ശൈത്താൻ കീഴ്പ്പെടുത്താതെ നീ എന്നെ കാത്തുകൊള്ളണമേ അല്ലാഹ് എന്നാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഏത് സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിആദ നിർവഹിക്കുന്നത് അതുകൊണ്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോ വീട്ടിലേക്ക് കയറുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, പള്ളിയിൽ കയറുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ, ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവാക്കിയിരുന്നു അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അത്തരത്തിൽ അശ്ശൈത്താൻ യജ്രി മജ്റദ് ദമി മിനൽ ഇൻസാൻ, മനുഷ്യന്റെ രക്തം ഓടുന്നത് പോലെ മനുഷ്യ ജീവിതത്തിൽ പിശാച് ഇടപെടുക. നമ്മുടെ ശരീരത്തിൽ രക്തം എങ്ങനെ ഓടുന്നു അത്ര വേഗത്തിൽ, അത്ര ആഴത്തിൽ ശൈത്താൻ പിശാച് നമ്മളെ രണ്ട് പ്രോജക്റ്റ് പടച്ചവൻ നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് നുബുവത്തിന്റെ വഴിയാണ്, ഒന്ന് ശൈത്താനിന്റെ വഴിയാണ്. ശൈത്താനിന്റെ വഴിയെ പറ്റി നമ്മൾ ബോധവാന്മാരാകണം. നമ്മുടെ മക്കൾ, നാം, നമ്മുടെ കുടുംബം, അതിന് വിരിക്കപ്പെട്ടിരിക്കുന്ന വലകൾ പല മനുഷ്യരൂപത്തിലായിരിക്കും നമ്മുടെ മുന്നിൽ വരിക. ആ മനുഷ്യരൂപങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ഈ റജബിന്റെ ദിനരാത്രങ്ങളുടെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ പൈശാചിക ദുർബോധനങ്ങളിൽ നിന്നും, അന്ധകാരങ്ങളിൽ നിന്നും, അവന്റെ വിളിയാളങ്ങളിൽ നിന്നും പടച്ചവൻ നമ്മളെ മോചിപ്പിക്കും.